രാവിലെ തന്നെ കോഴിക്കാല് കടിച്ചു പറിച്ചെന്ന് തന്നെ ഒരു പ്രത്യേക സുഖാണ്. ആരാണ് രാവിലെ തന്നെ മനുഷ്യനൊന്ന് തിന്ന് ഹരം പിടിച്ചു വരികയാണ്. അപ്പോഴത്തേക്ക് ഓരോ പിരിവാര് വന്നേക്കും. മീന അല്ല, കോഴിയാണ്. അല്ല, ഞാൻ മീന. നിങ്ങള് മീനാണ് കഴിക്കണമെങ്കിൽ നമ്മള് കോഴിയാണ് കഴിക്കണത്. ഇത് ചോദിക്കാണ് നിങ്ങൾ രാവിലെ തന്നെ ഒരുങ്ങി കെട്ടിങ്ങോട്ട് വന്നത്. ഹേ മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ വനിതാ സംരക്ഷണ ബോർഡ് ചെയർമാൻ മീനാകുമാരിയാ. സൂറാബി നിങ്ങളുടെ ഭാര്യയല്ലേ? ഭാര്യനും ഇപ്പൊ എനിക്ക് സൂറാബിയുടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. അത് ശരി, ഇപ്പൊ നിങ്ങൾക്കും കിട്ടിയ പരാതി എന്നും പരാതിയാണ് സാറേ. അതല്ലേ നമ്മളത് ഒഴിവാക്കി. ഓളയും കൊണ്ട് നടന്ന പരാതി കേൾക്കാനേ നേരണ്ടാവും. മിസ്റ്റർ ഗഫൂർ, നിങ്ങൾ വനിതാ സംരക്ഷണ ബോർഡ് ചെയർമാൻ മീനാകുമാരിയോടാണ് സംസാരിക്കുന്നത്. അത് ഓർമ്മ വേണം. അതെന്തിപ്പോ അങ്ങനെ പറയാന്? ഞമ്മക്ക് ഓർമ്മക്കേണ്ട അസുഖമൊന്നുമില്ല. പൊതുവെ എല്ലാ ആണുങ്ങൾക്കും ഞങ്ങളെ പേടിയാണ്, അതേസമയം ബഹുമാനവും. ഞങ്ങള് കയറി അകത്തിരുന്ന് സംസാരിക്കാം. പറ, എന്താണ് ഓളെ പരാതി? ലുക്ക് മിസ്റ്റർ ഗഫൂർ, താങ്കളുടെ ഭാര്യ സൂറാബി ഞങ്ങൾക്ക് തന്ന പരാതി പ്രകാരം താങ്കൾ ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഭർത്താവാണെന്നാണ് പറയുന്നത്. ആ ചേത്താൻ അങ്ങനെ പറഞ്ഞോ? എന്ത് ഉത്തരവാദിത്തമില്ലെന്നാണ് കൈത പറയണത്? ഇവിടുത്തെ എല്ലാ പണിയും നമ്മളാണ് ഉത്തരവാദിത്തോടു കൂടി ചെയ്യണത്. തുണി അലക്കും, മുറ്റമടിക്കും, ഭക്ഷണം ഉണ്ടാക്കും. എന്തിനധികം പറയണം? ഓള് ഞമ്മളെ കൊണ്ട് കുളിമുറി വരെ കഴിക്കും. എന്നിട്ട് പറയാ ഉത്തരവാദിത്തമില്ലാന്ന്? അല്ല പിന്നെ. സൂറാബി പറഞ്ഞ ഉത്തരവാദിത്തമില്ലായ്മ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല. നിങ്ങൾ ഒരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഒന്നും വാങ്ങിച്ചു കൊടുക്കുന്നില്ലെന്നാ. പച്ചക്കറി, അരി, മീന്, ഗ്യാസ് എന്നിങ്ങനെ. എന്റെ വനിതാ കമ്മീഷണറെ, വീട്ടു ജോലി എത്ര വേണമെങ്കിലും ചെയ്യാം, പക്ഷെ വീട്ടു സാധനം വാങ്ങുന്ന പണി മാത്രം നമ്മളെ ഏൽപ്പിക്കരുത്. അതെന്താണെന്നാ ചോദിക്കുന്നത്? വീട്ടു ജോലി ചെയ്ത നടുവടിയൊന്നുള്ളൂ, പക്ഷെ വീട്ടു സാധനം വാങ്ങുന്ന പണി അതല്ല. ഓരോന്നിന്റെയും വില കേട്ട നമ്മളെ ബോധം തന്നെ പോവും. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ ഈ കേസ് ഊരി തരണോ?